ഒന്നും മാറിയിട്ടില്ല. ഓക്കെ, നല്ലൊരു പ്രൊഫൈൽ കസ്റ്റമർ യൂസ് ചെയ്ത വണ്ടി. ഒരു പഞ്ച് ഇവിടുന്ന് എക്സ്ചേഞ്ച് എടുത്താൽ ന്യൂ കാർ എടുത്താൽ പഞ്ച് എക്സ്ചേഞ്ച് എടുത്താണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എത്ര കൊടുക്കാം? 2,90,000 രൂപ കൊടുക്കാം. 2,90,000 ഒരു ടിയാഗോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. 2018 മോഡൽ. അതും നല്ല ട്രാക്കാണ്, ഫുൾ ഓണും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡീലർ പ്രൈസ് വണ്ടികൾ അല്ലേ? അപ്പോൾ ഡീലർമാർ പെട്ടെന്ന് ഓടി വരും. നിങ്ങൾ അതിന് മുന്നേ ഓടിയെത്തിയാൽ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത് കൊണ്ടുപോകാം. ഇതിപ്പോൾ നമ്മൾ ഇത് ഷോറൂം സംഭവത്തിൻ്റെ അധികം നമുക്ക് ഇവിടുന്ന് പോകുന്ന ഡീലേഴ്സ് ആണ് കൂടുതൽ വണ്ടി എടുത്ത് പോകാറ്. ഈ സംഭവം നമ്മൾ കസ്റ്റമറിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ശരി, ഡയറക്റ്റ് കസ്റ്റമേഴ്സിന് എടുത്ത് അവർക്ക് ഇവിടെ വന്നിട്ട് ലോൺ ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മൾ ചെയ്തു കൊടുക്കും. എത്ര കൊടുക്കാം നമുക്ക്? നമുക്കൊരു ഓഫർ പ്രൈസ് ആയിട്ട് ഒരു 485 കൊടുക്കാം. ലാസ്റ്റ് 485 ഒരു 7 സീറ്റർ കൊണ്ടുപോകാം. ഹോണ്ടയുടെ അതും 485 ഒരു 4 ലോൺ വരും. ലോൺ കിട്ടും. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോ നിങ്ങളെ സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി പ്രൈസിൽ വാഹനങ്ങൾ എടുത്തുകൊണ്ട് പോകാം. ഡീലർ പ്രൈസിൽ ടാറ്റ റൊട്ടാന മോട്ടോഴ്സ് കോഴിക്കോടാണ് നമ്മളുള്ളത്. അപ്പോൾ അവരുടെ യാർഡാണിത്, വലിയൊരു യാർഡാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ചോദിച്ചറിയാൻ നമുക്ക് ഷാഹിദിനെ സ്വാഗതം ചെയ്യാം. ഷാഹിദെ, സ്വാഗതം. ഷാഹിദിനെ മുന്നേ കണ്ട പരിചയം ഉണ്ടല്ലോ, നമ്മുടെ വീഡിയോസിൽ പല സ്ഥാപനങ്ങളിൽ ഷാഹിദ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ റൊട്ടാനയിൽ ഇപ്പോൾ റൊട്ടാനയല്ലേ? ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡീലർ പ്രൈസ് വണ്ടികൾ അല്ലേ? അപ്പോൾ ഡീലർമാർ പെട്ടെന്ന് ഓടി വരും. നിങ്ങൾ അതിന് മുന്നേ ഓടിയെത്തിയാൽ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത് കൊണ്ടുപോകാം. ബാക്കി ഷോറൂമുകളിൽ ഒരു നോക്കിക്കോട്ടെ, എന്നിട്ട് ഇവിടുത്തെ റേറ്റ് വെച്ച് കമ്പയർ ചെയ്തിട്ട് അവർക്ക് മനസ്സിലാവും ഇവിടെ അത്രയും റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ വണ്ടി കൊടുക്കുന്നത്. അതും ടാറ്റയുടെ വെഹിക്കിൾസ് മാത്രമല്ല, മാരുതി, മൾട്ടി ബ്രാൻഡ് എല്ലാ വണ്ടികളും ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം. ഹ്യുണ്ടായി ഉണ്ട്, മാരുതി ഉണ്ട്, എല്ലാം ഉണ്ട്, ഹോണ്ട ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാ സെഗ്മെന്റും ഉണ്ട്. ഇപ്പം ചെറുതും അതെ, ഈ വീഡിയോയിൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന വണ്ടികൾ ചിലപ്പോൾ ഈ വീഡിയോയിൽ ഉണ്ടാവും. ഫുൾ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. ഓക്കെ, 85,000 റുപ്പീസ് മുതൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇവരുടെ ഷോറൂം വരുന്നത് മറ്റേ പാരഗൺ ഹോട്ടൽ. പാരഗൺ നേരെ ഓപ്പോസിറ്റ് ആണ്, കോഴിക്കോട് ജില്ലയിൽ പാരഗൺ ഹോട്ടലിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ടാറ്റ റൊട്ടാന. ന്യൂ കാറിന് അഗൈൻസ്റ്റ് വരുന്ന വണ്ടികളാണ് നമുക്കിത് വരുന്നത്, എക്സ്ചേഞ്ചും അഗൈൻസ്റ്റൊക്കെ. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. എവിടെ അവർ വരേണ്ട? ഈ യാർഡിൽ വരണം, അവിടെ വന്നാൽ മതി. അവിടെ ഷോറൂമിൽ വന്നാൽ മതി. അവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് വണ്ടി കാണിക്കാം, അവിടുന്ന് കൊണ്ടുവരാം അല്ലേ? അവിടെ നിന്ന് കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക. എന്തായാലും വിട്ടു വേണ്ട, നമുക്ക് വീഡിയോയിലോട്ട് പോകാം അല്ലേ? ഓക്കെ, ആദ്യ വാഹനം ഒരു ചെറിയ സെഗ്മെൻ്റ് ആണ്. ഇയോൺ ആണ്, ഹ്യുണ്ടായി ഇയോൺ KL 18 കോഴിക്കോട് വടകര രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. എങ്ങനെയാണ് ഷാഹിദേ ഇതിൻ്റെ ഡീറ്റെയിൽ? ഇത് 2012 മോഡലാണ്. ഇയോൺ എറ പ്ലസ് ആണ് വേരിയന്റ് വരുന്നത്. എറ പ്ലസ് AC, പവർ സ്റ്റിയറിംഗ്, 2 ഡോർ വിൻഡോ, സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട് അല്ലേ? അഡീഷണൽ ചെയ്തിട്ടുണ്ട്. വണ്ടി ക്വാളിറ്റി നല്ല മെയിൻറ്റെയിൻ ചെയ്ത കസ്റ്റമറാണ്. സെക്കൻഡ് ഓൺഷിപ്പിലാണ് വെഹിക്കിൾ ഉള്ളത്. സെക്കൻഡ് ഓൺഷിപ്പ്. ഗ്ലാസ് മാത്രം ചെറിയ ക്രാക്ക് ഉണ്ട്. അത് നമ്മൾ മാറ്റാത്ത ഇനി വലിയ എന്താ ആക്സിഡന്റ് ആണ് ആൾക്കാർ വിചാരിക്കേണ്ട. മാറ്റിയിട്ടില്ല അല്ലേ? അതേ വർഷം തന്നെ. അതെ, കമ്പനി ഗ്ലാസ് ആണ്. ഓക്കെ, ക്വാളിറ്റി ആണ്. എവിടെ പെയിന്റിംഗ് ഒന്നും ചെയ്യണ്ട, ഒന്നും കയറിയിട്ടില്ല. നല്ല ടയേഴ്സ് ആണ്. എടുക്കുക, നേരെ ഓടിക്കുക, അത്രേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്യേണ്ട. ഓക്കെ, വേറൊരു ക്ലെയിമും ഇല്ല. 2012 ഇറ പ്ലസ് ആണ്. നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? 1,20,000 രൂപ കൊടുക്കാം. 1,20,000 ഫൈനലാണോ? അത് ഫൈനലാണ്. അതിൽ ചെറിയ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലോണും ചെയ്ത് കൊടുക്കാൻ വേണമെങ്കിൽ. ഓക്കെ, ഒരു 80 വരെയൊക്കെ ലോൺ നമുക്ക് കയറ്റി കൊടുക്കാം. ഒരു 10,40,000 രൂപ ഉണ്ടാൽ നിങ്ങൾക്ക് ഈ ഒരു ഇയോൺ കൊണ്ടുപോകാം. 1,20,000 രൂപയ്ക്ക് 2012 ഇറ പ്ലസ് ആണ്. ഈ ഒരു ഗ്ലാസ് മാത്രം ക്രാക്ക് ഉണ്ട്, അത് വേണമെങ്കിൽ മാറ്റി തരുമല്ലോ? അതെ. ഓക്കെ, അപ്പോൾ മൈലേജും ഒരു 15 to 17 റേഞ്ച് മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ് അല്ലേ? ഓക്കെ, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫാമിലി വെഹിക്കിൾ അല്ലേ? അടുത്ത വണ്ടി ടാറ്റയുടെ തന്നെ ടിയാഗോ ആണ്. KL 55 തിരൂർ രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെയാ ഷാഹിദ് ഇതിന്റെ കാര്യം? 2018 മോഡലാണ്. XC ആണ് വേരിയന്റ് വരുന്നത്. പക്ഷേ XCയിൽ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോ, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ക്യാമറ, സെൻട്രൽ ലോക്ക്, എല്ലാ സ്പെക്കും ഉണ്ട്. ഒരു അലോയിൽ വെച്ച് ഫുൾ ഓപ്ഷൻ ബാക്കി എല്ലാ സ്പെക്കും വണ്ടിയിൽ XT-ലേക്ക് എത്തിയിട്ടുണ്ട് അല്ലേ? XT-ന്റെ ഓപ്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടിയാണ്. കിലോമീറ്റർ 68,000 ഓടിയിട്ടുള്ളൂ. എത്ര? 68,000 പ്രോപ്പർ സർവീസ്. എത്ര ഓണർഷിപ്പ്? എത്ര? സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്നത് 2018. ഇത്രയും ഫീച്ചേഴ്സ് അഡീഷണൽ ചെയ്ത ടിയാഗോ ആണ്. ഒരു 15 to 18 റേഞ്ചൊക്കെ മൈലേജ് ഏകദേശം പ്രതീക്ഷിക്കാം. എന്തെങ്കിലും ക്ലെയിം റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഒന്നുമില്ല. ആകെയുള്ള ഒരു മിററിന്റെ സൈഡും, അത് മിറർ മാത്രം, വേറെ ഒന്നുമില്ല. അത് ഹിസ്റ്ററിയിലുള്ളതാണ്. വേറെ ഒന്നും മാറിയിട്ടില്ല. ഓക്കെ, നല്ലൊരു പ്രൊഫൈൽ കസ്റ്റമർ യൂസ് ചെയ്ത വണ്ടി. ഒരു പഞ്ച് ഇവിടുന്ന് എക്സ്ചേഞ്ച് എടുത്താൽ ന്യൂ കാർ എടുത്താൽ പഞ്ച് എക്സ്ചേഞ്ച് എടുത്താണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എത്ര കൊടുക്കാം? 2,90,000 രൂപ കൊടുക്കാം. 2,90,000 ഒരു ടിയാഗോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. 2018 മോഡൽ. അതും നല്ല ട്രാക്കാണ്, ഫുൾ ഓണും ചെയ്ത് കൊടുക്കാം. ഫുൾ ഓണിൽ ഒന്നും നോക്കാനില്ല, പെട്ടെന്ന് വിളിച്ചേട്ടോ. അടുത്ത വണ്ടിയിലോട്ടോ. അടുത്ത ഒരു ആൾട്ടോ K10 ഒരു 1000 cc അല്ലേ എഞ്ചിൻ വരുന്ന വാഹനമാണ്. KL 56 കൊയിലാണ്ടി, കോഴിക്കോട് ജില്ല തന്നെ, കൊയിലാണ്ടി രജിസ്ട്രേഷൻ. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2010 മോഡലാണ്. സെക്കൻഡ് ഓണർ ആണ്. 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെന്യൂൻ കിലോമീറ്റർ ആണ്. ഓക്കെ,
വലിയ ബഡ്ജറ്റൊന്നുമില്ല, ചെറിയ ബഡ്ജറ്റേ ഉള്ളൂ. 85 രൂപ കൊടുക്കാം. 85,000. 2010 മോഡൽ. ഇപ്പോൾ റിന്യൂവൽ എത്ര റിന്യൂവൽ ഈ വർഷം റിന്യൂവൽ ഉണ്ട്. അത് എത്ര കാണ്ടി വരും? ഒരു 10,000 15,000. ബോഡി വർക്കൊന്നും എടുക്കണ്ട, നേരെ റിന്യൂവൽ എടുത്താൽ മതി. അത്യാവശ്യം ക്വാളിറ്റി വെഹിക്കിളാണ്, ഇന്റീരിയർ ഒക്കെ പെയിന്റോ കാര്യമൊന്നും ചെയ്യില്ല. 85,000 രൂപയ്ക്ക് നിങ്ങൾക്കൊരു അൾട്ടോ K10 കൊണ്ടുപോകാം. അത്യാവശ്യം പവറുള്ള വാഹനമാണ്, മൈലേജും ഉണ്ടാവും. ഒരു 17-18 റേഞ്ച് മൈലേജും കിട്ടുന്നൊരു വണ്ടിയിലാണ്. ഇനി മഴക്കാലമൊക്കെ വരുന്ന ചെറു വണ്ടികളൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ്. മാരുതിയാണ്, വലിയ മെയിൻ്റെനൻസ് വരില്ല. പുതിയ പേപ്പർ എടുത്ത് 5 വർഷത്തേക്ക് പിന്നെ ഒന്നും നോക്കണ്ട. അതെ. ഓക്കെ. അപ്പോൾ ക്വാളിറ്റി വെഹിക്കിൾ 85 രൂപ. 85-ന് അതും നെഗോഷ്യബിൾ ആണ്, ചെറിയ മാറ്റമൊക്കെ നമുക്ക് വരുത്തി. ഓക്കെ. അടുത്ത വണ്ടിയിലോട്ട് ഇനി ഒരു കുറച്ച് വലിയ കാറ്റഗറിയിലേക്ക് പോകാം. ഹോണ്ടയുടെ അമേസ് ആണ്. KL 71 നിലമ്പൂർ രജിസ്ട്രേഷൻ. ഇപ്പം ഇറങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നത്തെ ഷേപ്പ്, ലാസ്റ്റ് ഇറങ്ങിയ ഷേപ്പാണ്. ഇപ്പം കുറച്ച് ഗ്രില്ലൊക്കെ വീതി കൂടി. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2022 മോഡൽ എസ് ആണ് വരുന്ന വേരിയന്റ്. മിഡ് ആണ് ഓപ്ഷൻ വരിക. പെട്രോൾ വേരിയന്റ് ആണ് കേട്ടോ. പെട്രോൾ എസ് അല്ല. ഓക്കെ. 18,000 കിലോമീറ്റർ വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ, കുറഞ്ഞ കിലോമീറ്റർ. ഓണർഷിപ്പ് എത്ര? സെക്കൻഡ് ആണ്. ഫസ്റ്റ് ആണ് ശരിക്കും നമ്മുടെ കമ്പനിയിൽ ഇവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്തതാണ് ഇപ്പോൾ. അങ്ങനെ സെക്കൻഡ് ആയതാണ്. വണ്ടി ഓടിയിട്ടില്ല, കാരണം കസ്റ്റമറിന് പെട്ടെന്ന് രജിസ്ട്രേഷൻ കാര്യങ്ങൾ അവർക്ക് പോകാൻ വേണ്ടിയിട്ട് പുറത്ത് പോകുന്നതാണ്. 18,000 മാത്രം ഓടിയ ഒരു അമേസ് ആണ്. 2022. എസ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 2 എയർ ബാഗും സ്റ്റിയറിംഗ് കൺട്രോൾസും അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അലോയ്സും കാര്യങ്ങളൊന്നും വരില്ല, അത്രേ ഉള്ളൂ. അത്യാവശ്യം നല്ല ടയേഴ്സും ആണ് അല്ലേ? സ്റ്റെപ്പിന് ഇറക്കിയിട്ടില്ല. ഒന്നും 18,000 ഓടിയിട്ടുള്ളൂ അതിന്റെ ഇത് തന്നെ. ഓക്കെ. ഒന്നുമില്ല. നല്ലൊരു ക്ലീൻ പീസ് വാഹനം. ഒരു സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു 12 to 16 റേഞ്ചൊക്കെ മൈലേജും കിട്ടും ഏകദേശം. ഓക്കെ. മെയിൻ്റനൻസും വളരെ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇതിന് കമ്പനി വാറണ്ടി ഒന്നും എക്സ്റ്റെൻഡ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ? വാറണ്ടി ഉണ്ടാവും. 2022 ആയതുകൊണ്ട് എന്തായാലും വാറണ്ടി ഉണ്ടാവും. 25 5-ാം മാസം വരെ, അതായത് ഈ മാസം 6-ാം തീയതി വരെ വാറണ്ടി. അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റൂല പെട്ടെന്ന് എടുത്താൽ. ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് എത്ര കൊടുക്കാം? 6,40,000 രൂപ കൊടുക്കാം. 6,45. 2022 എസ് ഓപ്ഷൻ, വെറും 18,000 കിലോമീറ്റർ ഓടിയ അമേസ് ആണ്. 6,45-ന് മാനുവൽ വാഹനം കൊണ്ടുപോകാം. ചെറിയ എന്തെങ്കിലും നെഗോസിയേഷൻ നമ്മൾ നോക്കിയിട്ട് വന്നിട്ട് വർക്കൗട്ട് ചെയ്യാം. ഒരു 6 lakh ലോൺ കിട്ടും. അടുത്ത വണ്ടിയിലോട്ടോ. ഫുൾ വെറൈറ്റികളാണ്. അടുത്തത് എക്കോ സ്പോർട്ട് KL 18 രജിസ്ട്രേഷൻ ആണ്, വടകര വണ്ടി. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2016 മോഡലാണ്, ഡീസലാണ് വേരിയന്റ് വരുന്നത്. 16 ഡീസൽ. ഏത് ഓപ്ഷൻ? ടൈറ്റാനിയം പ്ലസിന്റെ തൊട്ട് പുഷ് ബട്ടൺ എല്ലാം. എയർ ബാഗ് മാത്രം 4 വരുന്നില്ല. 6 എയർ ബാഗ് ഉണ്ടാവില്ല, 2 എയർ ബാഗ് ഉണ്ടാവും. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരും. അലോയ്സും എല്ലാം വരുന്നുണ്ട്. ഫ്രണ്ട് നല്ല ടയേഴ്സ് ആണ്, പുറകിലൊരു ഏവറേജ് ടയേഴ്സ് അല്ല. എന്തെങ്കിലും ക്ലെയിം ഉണ്ടോ? ക്ലെയിം ചെറിയ രീതിയിൽ ക്ലെയിം ഉണ്ട്. ഹിസ്റ്ററി നമ്മൾ നോക്കിയപ്പോൾ ക്ലെയിം ഉണ്ട്. മേജർ ആയിട്ടുള്ളതൊന്നുമില്ല. ചെറിയ ബമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ ക്ലെയിം ഉണ്ട്. ഓക്കെ. ഡീസൽ ഓണറാണ്, അതാണ് ഇതിന്റെ മെയിൻ. സിംഗിൾ ഓണർഷിപ്പ്. 2016 ടൈറ്റാനിയം ഡീസൽ എക്കോ സ്പോർട്ട്. മൈലേജ് എങ്ങനെ പോയാലും ഒരു 18-20 റേഞ്ച് മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. വേറെ വർക്കൊന്നും ഇല്ലല്ലോ ഇപ്പോൾ? മെക്കാനിക്കൽ വർക്ക്? ബാറ്ററി പുതിയ ഇപ്പോൾ ഫോണിന്റെ ബാറ്ററി നമ്മൾ എടുത്തിട്ടതാണ്, പുതിയ ബാറ്ററി മാറ്റിയിട്ടതാണ്. ഓക്കെ. അത് ഇപ്പോൾ എത്രയാണ് നിങ്ങൾ ചോദിക്കുന്നതിന്? ഇത് 4,80,000 രൂപ കൊടുക്കാം. 1.30 ഓടിയിട്ടുള്ളത്. 1.30 ഓട്ടം. 4.80-ന് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഈ ഒരു ഡീസൽ ടൈറ്റാനിയം എക്കോ സ്പോർട്ട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, 1.30 ഓടിയ വാഹനം. ഓക്കെ. ലോണ് മാക്സിമം കയറും? ലോണ് കിട്ടും. ഇതിപ്പോൾ നമ്മൾ ഇത് ഷോറൂം സംഭവം വെച്ചിട്ട് അധികം നമുക്ക് ഇവിടുന്ന് പോകുന്ന ഡീലേഴ്സ് ആണ് കൂടുതൽ വണ്ടി എടുത്ത് പോകാറ്. ഈ സംഭവം നമ്മൾ കസ്റ്റമറിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് നമ്മൾ. ശരി. ഡയറക്റ്റ് കസ്റ്റമേഴ്സിന് എടുത്ത് അവർക്ക് ഇവിടെ വന്നിട്ട് ലോൺ ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മൾ ചെയ്തു കൊടുക്കും. പേടിക്കാണ്ട് എടുത്തോണ്ട് പോകാം. നമ്മൾ അത്രയും ഇൻസ്പെക്ഷൻ കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ വെഹിക്കിൾ എടുക്കുന്നത്, എക്സ്ചേഞ്ച് വെഹിക്കിൾ എടുക്കുന്നത്. ഓക്കെ. അപ്പോൾ മിസ് ചെയ്യേണ്ട, താല്പര്യം പെട്ടെന്ന് വിളിച്ചത്. 4.80-ന് 2016 ടൈറ്റാനിയം ഡീസൽ എക്കോ സ്പോർട്ട്. അടുത്തൊരു 7 സീറ്റർ കാണിച്ചു തരാം. KL 13 അല്ലേ? കണ്ണൂർ രജിസ്ട്രേഷൻ വാഹനമാണ്. ഹോണ്ടയുടെ BRV ആണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2016 വണ്ടിയാണ്, പെട്രോൾ ആണ് വേരിയന്റ് വരുന്നത്. ഓക്കെ. ഏതാ ഓപ്ഷൻ? ടോപ്പിന്റെ വേരിയന്റ്. ടോപ്പ് അലോയ്സും എല്ലാം വരും അല്ലേ? പുഷ് ബട്ടൺ വരുന്നില്ല ഇതിൽ? പുഷ് ബട്ടൺ അലോയ്സും എല്ലാം വരുന്നുണ്ട്. 2016 പെട്രോൾ. ഇതിപ്പോൾ എത്ര ഓട്ടം പോയി? ഇത് 1,00,000 ആണ് ഓടിയിട്ടുള്ളത്. 1,00,000 കിലോമീറ്റർ അല്ലേ? പ്രോപ്പർ സർവീസ് ഉണ്ട്. ഐവിടെക് എഞ്ചിനല്ലേ? ഹോണ്ട പെട്രോൾ എഞ്ചിനാണ് ഐവിടെക്. ഒന്നും കാര്യമായിട്ട് പേടിക്കാനൊന്നുമില്ല. ടോട്ടേരെ കൊണ്ടൊക്കെ പറഞ്ഞ പോലെ എത്രയും കിടന്ന് ഓടിക്കോളും, അങ്ങനത്തെ ഒരു എഞ്ചിനാണ്. അത്യാവശ്യം നല്ല സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്റീരിയർ ഉണ്ട്. വണ്ടിന്റെ ഈ എക്സ്റ്റീരിയർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പൊടി പിടിക്കുന്നതുകൊണ്ടാണ്, യാർഡായതുകൊണ്ട് നമ്മൾ ഇവിടെ മൊത്തത്തിൽ പൊടിയാണ്. ഞാൻ ഇപ്പോൾ എക്കോ സ്പോർട്ട് ഇതൊക്കെ കാണുമ്പോൾ വൈറ്റിൽ ഒരു ഫിനിഷിങ് കിട്ടുന്നില്ല. ഒന്ന് കഴുകി വാഷ് ചെയ്ത് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. നോക്കി ഇവിടെ എവിടെയെങ്കിലും സ്ക്രാച്ചസ് ഉണ്ടോ നോക്കി. സ്ക്രാച്ചും കാര്യമൊന്നുമില്ല. വണ്ടി ഡെലിവറി കൊടുക്കുമ്പോൾ നമ്മൾ ഫുൾ നീറ്റാക്കി പോളിഷ് ചെയ്തിട്ട് കൊടുക്കുള്ളൂ. ഓക്കെ. 2016 ടോപ്പിന്റെ വാഹനം, പെട്രോൾ. എത്ര കൊടുക്കാം നമുക്ക്? നമുക്കൊരു ഓഫർ പ്രൈസ് ആയിട്ട് ഒരു 485 കൊടുക്കാം ലാസ്റ്റ്. 4.85-ന് ഒരു 7 സീറ്റർ കൊണ്ടുപോകാം. ഹോണ്ടയുടെ. അതും 4.85-ന് ഒരു 4 ലക്ഷം ലോൺ കിട്ടും.
ഫുൾ ലോൺ ചാൻസ് ഉണ്ടോ? ലോൺ നമുക്ക് നല്ല ട്രാക്കൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, 4 വരെ ലോണും കിട്ടും. 10-35,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് ഇറക്കി കൊണ്ടുപോയി ചെയ്യും അല്ലേ? വീണ്ടും ഒരു അമേസാണ് KL 53 രജിസ്ട്രേഷൻ ആണ്. ഇപ്പോൾ തന്നെ ബാക്കിൽ അല്ലേ? 2 ജനറേഷൻ അമേസ് ഡീസലാണ് വരുന്നത്. ഡീസലാ? നല്ല മൈലേജ് ഉണ്ടാവേ. 20 above തന്നെ മൈലേജ് കിട്ടും. 20 above തന്നെ അതിൻ്റെ മൈലേജ് കിട്ടുന്നുണ്ട്. എങ്ങനെയാ ബാക്കി കാര്യങ്ങൾ? 2021 S ആണ് വേരിയന്റ് വരുന്നത്. 21 S മിഡിൽ ഓപ്ഷൻ തന്നെ. നേരത്തെ കണ്ട വണ്ടിയുടെ സെയിം ഓപ്ഷൻ, 2 എയർ ബാഗ്, ബാക്കി സ്റ്റിയറിംഗ് കൺട്രോൾസും എല്ലാം വരും. നല്ല അടിപൊളി സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല അല്ലേ? പുറകിൽ എവറേജ് ടയേഴ്സ് ആണ്, ഫ്രണ്ടിൽ നല്ല അടിപൊളി ടയേഴ്സ് ആണ്. ഓക്കെ, ഓട്ടോ എത്ര പോയത്? ഇത് 1,04,000 ആണ് ഓടിയിട്ടുള്ളത്. 1.4. കമ്പനി സർവീസ് സർവീസ് ഉള്ള വണ്ടിയാണ്. പ്രോപ്പർ ആയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പാ? ഫസ്റ്റ് ഓണർ ആണ് വണ്ടി വരുന്നത് കേട്ടോ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് അല്ലേ? ഓക്കെ, 2021 ഡീസൽ S ഓപ്ഷൻ അമേസ് ആണ്. നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? ഇത് 5,80,000 രൂപ കൊടുക്കാം. 5.80. 21 ഡീസലാണ്. 5.80 നിങ്ങൾക്ക് കൊണ്ടുപോകാം. പെട്രോൾ എഞ്ചിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ വലിയ തളരാത്തൊരു എഞ്ചിൻ തന്നെയാണ് അല്ലേ? പിന്നെ ഇതിന് ഡീസലിന് ടൈമിംഗ് ചെയിൻ ലൈഫ് ടൈം കേട്ടിട്ടുണ്ട്. ഹോണ്ട ടൈമിംഗ് ചെയിൻ 1 lakhൽ മാറണ്ടെന്ന് കേട്ടിട്ടുണ്ട്. മാറേണ്ടി വരും, ലൈഫ് ടൈം അല്ലാന്ന് തോന്നുന്നു. ഒന്ന് അറിയുന്നവരുടെ കമന്റ് ചെയ്യാം. കാരണം ടൊയോട്ടയുടെ അങ്ങനെ കേൾക്കാം, പക്ഷേ ടൊയോട്ടയുടെ മാറാറുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, ലോൺ ഒരു 5 lakhs കിട്ടോ? 5 lakhs നമുക്ക് നല്ല ട്രാക്കൊക്കെ ഫുൾ ലോൺ വരെ നമുക്ക് കയറ്റി കൊടുക്കാം, ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ, അടുത്ത മാരുതി സുസുക്കി ബലേനോ KL 57 കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷൻ ആണ്. ഏറ്റവും ടോപ്പനാണ് ഇത്. ഇത് അല്ല, ആൽഫന്റെ തൊട്ട് സീറ്റ ആണല്ലേ? അലോയിലൊക്കെ വരും. എല്ലാം ഉണ്ട്. പ്രൊജക്ട് ഹെഡ്ലാമ്പ് ഉണ്ടാവില്ല. സ്റ്റീരിയോ ആണ് വരുന്നത്. സ്റ്റീരിയോ അതിന്റെ വ്യത്യാസം ഉണ്ടാവും അല്ലേ? ഓക്കെ, ബാക്കി അടിപൊളി നല്ല ടയേഴ്സ് ഉണ്ട് കേട്ടോ. 4. ഇതേതാ മോഡലൊക്കെ? ഇത് 2017 മോഡൽ. 17 മാനുവൽ അല്ലേ? ഓക്കെ, പെട്രോൾ. ഓക്കെ, പെട്രോൾ ബലേനോ ആണ്. 2017 സീറ്റ. സിംഗിൾ ഓണർ വെഹിക്കിൾ ആണ്. ഓട്ടോ എത്രയാ? ഓട്ടോ 66,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 100 കിലോമീറ്റർ ആണ്. കമ്പനി ഹിസ്റ്ററി എല്ലാം ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ക്വാളിറ്റി നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഒന്നും ആയിട്ടില്ല. നല്ല വണ്ടിയാണ്. ഓക്കെ, ഇതിപ്പോൾ എത്ര കൊടുക്കും? ഇത് 5,63,000 രൂപ കൊടുക്കാം. 5.63 2017 സീറ്റ ബലേനോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. സിംഗിൾ ഓണർഷിപ്പ്, ലോ കിലോമീറ്റർ വാഹനമാണ്. ഒരു ക്ലെയിമിലും ഒന്നുമില്ല. ഫുൾ ലോൺ കയറുമോ? ഫുൾ ലോൺ ട്രൈ ചെയ്യാം. ഒരു 10-40 രൂപ കൊണ്ട് ബാക്കി നമുക്ക് ലോൺ കയറ്റി കൊടുക്കാം പറ്റും. പിന്നെ ചെറിയൊരു മാറ്റമൊക്കെ എന്തെങ്കിലും നമുക്ക് വന്നിട്ട് മാറ്റി ചെയ്ത് കൊടുക്കാം അല്ലേ? ഇനിയിപ്പോൾ ചില കസ്റ്റമേഴ്സ് പറയാണ്, ഇപ്പം നമ്മുടെ ഇവിടെ നിന്ന് ആയതുകൊണ്ട് വാറണ്ടിന്റെ എന്തെങ്കിലും ഇഷ്യൂസ് പറയുകയാണെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വേണേൽ വാറണ്ടി എടുത്തു കൊടുക്കും. ഓട്ടോകോൺ ആണ് പ്രൈവറ്റ് കമ്പനിയുടെ ഡയറക്റ്റ് അവർ ഏത് വെഹിക്കിൾ എടുക്കാം. മാരുതിയാണ് മാരുതിന്റെ വാറണ്ടി, ഇനി ടാറ്റ ആണ് ടാറ്റയുടെ വാറണ്ടി. അങ്ങനെ അതർ ഏത് സർവീസ് സെന്ററിൽ ആ ബ്രാൻഡിന്റെ സർവീസ് സെന്ററിൽ തന്നെ വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റും. അത് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. വേണമെങ്കിൽ വാറണ്ടി വേണമെങ്കിൽ നമ്മൾ ചെക്കിങ് ചെയ്ത വെഹിക്കിളാണ്. അഡീഷണലി അവർക്ക് വേണമെങ്കിൽ നമുക്ക് വാറണ്ടി എടുത്ത് കൊടുക്കാം. അടുത്ത വണ്ടിയിലോട്ട്. അടുത്തതാ അടിപൊളി ഒരു ബ്ലൂ സ്വിഫ്റ്റ് ആണ്. KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ വരുന്ന ബ്ലൂ സ്വിഫ്റ്റ്. ഇത് പെട്രോൾ ഓട്ടോമാറ്റിക്കാണ് വരുന്നത്. പെട്രോൾ ഓട്ടോമാറ്റിക് ഇതുവരെ കാണിച്ചില്ലല്ലോ. അതെ, ഒരു ഓട്ടോമാറ്റിക് കിടക്കട്ടെ. നമ്മുടെ അടുത്ത് കുറേ വെഹിക്കിൾ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. മീൻസ് ഓൾട്ടോ അങ്ങനത്തെ എല്ലാ സെഗ്മെന്റും ഉണ്ട്. ഇപ്പം നമ്മൾ കാണിക്കുന്ന വലുതുകൾ മാത്രം ചിന്തിക്കരുത്. കസ്റ്റമർ വിളിക്കൂ, നമുക്ക് അവർക്ക് വേണ്ടി കാറ്റലോഗ് അയച്ചു കൊടുക്കാം. 1 ലക്ഷം ഓൾട്ടോക്ക് ഒരു 3-4 ഉണ്ട്. നിങ്ങൾ പെട്ടെന്ന് വിളിച്ചാൽ, കാരണം ഡീലർമാർ ഒരുപാട് പേര് കൊണ്ടുപോകുന്ന സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതിന്റെ വലുപ്പത്തിലുള്ള പല വണ്ടികളുണ്ടാവും. ടിയാഗോ ഒക്കെ ഉണ്ട്, ബഡ്ജറ്റ് ഉണ്ട്. എല്ലാം കൂടി നമുക്ക് വീഡിയോയിൽ ഒറ്റയടിക്ക് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. മൊത്തം കാറ്റലോഗ് നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് നോക്കിയിട്ട് സെലക്ട് ചെയ്യാം അല്ലേ? വിലയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. ഇതെങ്ങനെ മോഡലൊക്കെ? 2019 മോഡലാണ്. സിംഗിൾ ഓണർ, 66,000 കിലോമീറ്റർ, VXI ഓട്ടോമാറ്റിക് AMT ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വരുന്ന വാഹനമാണ്. 2019. ഒരു ക്ലെയിമും ഇല്ലല്ലോ? ക്ലെയിം ഒന്നുമില്ല, നീറ്റ് വണ്ടിയാണ്. ഓക്കെ, നല്ല ടയേഴ്സ് ഉണ്ട് ഫ്രണ്ടിൽ. പുറകിൽ ആവറേജ് ആണ്. മൈലേജും ഒരു 17 വാണ്ടൊക്കെ കിട്ടും. 17 ഒക്കെ നിങ്ങൾക്ക് സിറ്റിയിൽ കിട്ടും. 16-17 സിറ്റി കിട്ടും. ലോങ്ങിൽ ഒരു 18 കിട്ടും. ഓക്കെ, ഇതിപ്പോൾ എത്ര കൊടുക്കാം നമുക്ക്? ഇത് 580 ആണ് ആസ്കിങ്. 580. 2019 ഓട്ടോമാറ്റിക് VXI 580. 4 സിലിണ്ടർ വെഹിക്കിൾ. ഇപ്പോൾ പുതിയത് ഇറങ്ങുന്നത് 3 സിലിണ്ടർ ആണ്. ഇത് 4 സിലിണ്ടർ വെഹിക്കിൾ ആണ്. പവറിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. കയ്യിൽ വേറെ കാര്യമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ടോ പെട്ടെന്ന് വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലോട്ടോ. അടുത്തത് ഒരു ഓട്ടോമാറ്റിക് i10 ഗ്രാൻഡ് ആണ്. KL 11 കോഴിക്കോട് വണ്ടി തന്നെ. ടോപ്പിൻ്റെ ഇത് സ്പോർട്സാണ് വരുന്നത്. സ്പോർട്സ് ആണ്. ആസ്റ്റാൻ്റെ തൊട്ട് താഴെ, പക്ഷേ അലോയ്സും എല്ലാം ഉണ്ടല്ലേ? അതെ അതെ. പുഷ്പട്ടം വരുമോ? പുഷ്പട്ടം വരുന്നത് വരൂല. പുഷ്പട്ടം മുന്നെയാണ് വരുന്നത്. ഓക്കെ, ബാക്കി എങ്ങനെയാ മോഡലൊക്കെ? 2018 മോഡൽ. കിലോമീറ്റർ വളരെ കുറവാണ്. 30,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 18 ലോ കിലോമീറ്റർ വണ്ടിയാണ്. ഓക്കെ, സർവീസ് പ്രോപ്പർ ഉള്ള വെഹിക്കിളാണ്. ക്ലെയിം വരെ ഒന്നുമില്ല. മേജർ ക്ലെയിംസ് കാര്യങ്ങളൊന്നുമില്ല. ഓണർഷിപ്പ് എത്രയാ? ഓൺഷിപ്പ് നിലവിൽ 3rd ആണ് ഓണർഷിപ്പ് വരുന്നത്. 3rd ഓണർഷിപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, കിലോമീറ്റർ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. ഇപ്പം നമ്മളിവിടുത്തെ യാർഡിലെ വെഹിക്കിളാണ്. ഇവിടെ തന്നെ നോക്കില്ല, അവർക്ക് വർക്ക്ഷോപ്പ് കൊണ്ടുപോയി ചെക്ക് ചെയ്യാം, സർവീസ് സെന്ററിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. അതിനുള്ള എല്ലാ സൗകര്യവും ഇവിടെ ചെയ്തു തരും. ഓക്കെ, ഇത്
മിററിന്റെ ബാക്ക് കവർ ഒരു കളർ ചേഞ്ച് അത് മാത്രമേ ഉള്ളൂ, അതിൽ ആ ഒരു ഡിഫോൾട്ട് നെഗറ്റീവ് അല്ലേ? ഓക്കെ, മേജർ ക്ലെയിം അങ്ങനത്തെ ഒന്നുമില്ല, ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല, ഒരു ഫാമിലി യൂസ് ചെയ്ത വെഹിക്കിളാണ്. 2018 സ്പോർട്സ് ഓട്ടോമാറ്റിക് ആണ്, അലോയ്സും എല്ലാം വരുന്ന വണ്ടി. നമുക്ക് എത്ര കൊടുക്കാത്? 390. 390 ലോ കിലോമീറ്റർ വണ്ടിയാണ്. 3,90,000 രൂപയ്ക്ക് ഒരു ഓട്ടോമാറ്റിക് സ്പോർട്സ് ഗിയർ ബോക്സ് AT ആണ് വരിക. AT ഗിയർ ബോക്സ് ആണ്. മൈലേജ് ഒരു 10 to 13 ആ റേഞ്ച് കണ്ടാൽ മതി. നോക്കി കണ്ട് ഓടിക്കണം, ഇല്ലെങ്കിൽ ആ റേഞ്ചേ കിട്ടുള്ളൂ. കുറച്ചും കൂടി നോക്കി ഓടിച്ചാൽ അതിൻ്റെ മേലെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ലോൺ എത്ര കയറും? ഒരു 350. ഇത് നമുക്ക് ശരിക്കും ഫുൾ ലോൺ വരെ നോക്കാം, ചെയ്യാൻ പറ്റുന്ന നമുക്കൊരു 50 ഒക്കെ ഉണ്ടെങ്കിൽ മീൻസ് ലോൺ നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഓക്കെ, 50 ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ കസ്റ്റമർ അത് നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, അടുത്തത് ഒരു i20 പ്രീമിയം ഹാച്ച് ബാക്ക് സെഗ്മെന്റ് ആണ്. KL 58 തലശ്ശേരി രജിസ്ട്രേഷൻ വണ്ടി. ഇതെങ്ങനെ ഡീറ്റെയിൽസ് ആയത്? 2018 മോഡല് ആസ്റ്റ ഓപ്ഷൻ, ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ്. 2018 അല്ലേ? 6 എയർ ബാഗ് ഒക്കെ വരുന്ന വണ്ടി. ഒരുപാട് സ്പെക്ക് i20 എന്ന് പറയുന്ന സ്പെക്ക് അത്രത്തോളം വരുന്നുണ്ട് വണ്ടിയിൽ. ഹ്യുണ്ടായിൽ തന്നെ ഒരുമാതിരി സ്പെക്ക് വണ്ടിയാണ് എല്ലാം ഉണ്ടാവുക. ഓക്കെ, ഒരു ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. കിലോമീറ്റർ 47 ഓടിയിട്ടുള്ളൂ. പെട്രോൾ 47,000 പെട്രോൾ. 2018 വണ്ടി, ലോ കിലോമീറ്റർ വാഹനമാണ്. പെട്രോൾ ആകുമ്പോൾ ഒരു 12 to 15 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് കിട്ടും ലോങ് ഒക്കെ പോവുകയാണെങ്കിൽ. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് നിലവിൽ ഇത് 4th ആണ് നിലവിലുള്ളത്. 4th ഓണർഷിപ്പ് ആയിട്ടുണ്ട്. അത് ശരി, അങ്ങനെ. ഞാനിപ്പോൾ ഒരു എക്സ്ചേഞ്ച് നമുക്ക് വന്നതാണ്. ഇത് വെഹിക്കിൾ കംപ്ലൈന്റ് കാര്യങ്ങൾ ഇപ്പോൾ ഒരു ഉപയോഗിക്കാനൊക്കെ എടുക്കുന്ന ഒരു കസ്റ്റമറിന് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഹ്യുണ്ടായിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. ഇനി ഇതല്ലെങ്കിൽ അവർക്ക് വാറണ്ടി വേണം എടുത്തു കൊടുക്കാം നമുക്ക്. വണ്ടി മെക്കാനിക്കലിയും ഫിറ്റ് ആണ്, റീപ്ലേസ്മെന്റ് കാര്യങ്ങളല്ല. ഓണർഷിപ്പ് മാത്രം കൂടി ഇപ്പോൾ ഫാമിലി തന്നെ 1-2 ഒക്കെ മാറിയിട്ടുണ്ടാവും. അല്ല, ലോൺ കയറാൻ ബുദ്ധിമുട്ടുണ്ടാവും. ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കാം. ആയിട്ട് മോഡൽ ഉണ്ടല്ലോ, 2018 ഉണ്ടായതുകൊണ്ട് നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിപ്പോൾ എത്ര കൊടുക്കാം നമുക്ക്? ഇത് 465 നമുക്ക് ലാസ്റ്റ് നെറ്റ് കൊടുക്കാം. 4,65,000 രൂപയ്ക്ക് 2018 ആസ്റ്റ ഓപ്ഷണൽ i20 പെട്രോൾ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 4 lakh ലോൺ കിട്ടോ? 4 lakh ലോൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ടോ. അടുത്തത് ഒരു ട്രൈബറാണ്. 7 സീറ്റർ വാഹനം വീണ്ടും വന്നു. KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2020 മോഡല്, സിംഗിൾ ഓണറാണ്. RXZ വേരിയന്റ്, ഫുൾ ഓപ്ഷൻ ടോപ്പിന്റെ വാഹനം. 2020 അല്ലേ? എത്ര ഓട്ടം പോയി? ഓട്ടം കുറച്ച് കൂടുതലുണ്ട്, പക്ഷേ പ്രോപ്പർ സർവീസ് പോയതാണ്. 1,38,000 ഓടിയിട്ടുണ്ട്. 1,30,000. അതിനുള്ള ബഡ്ജറ്റേ എടുക്കുന്നുള്ളൂ. ഇത്രയും ബഡ്ജറ്റ് കുറച്ചിട്ടാണ് നമ്മൾ വണ്ടി കൊടുക്കുന്നത്. 20 പെട്രോൾ വണ്ടിയാണ്. മൈലേജ് ഒരു 13 to 15 കിട്ടും. ആ റേഞ്ചൊക്കെ എന്തായാലും കിട്ടും അല്ലേ? ലോങ് അലോയ്സ് പോലെ തോന്നിക്കുന്ന വീൽ കപ്പാണ്. നല്ല ടയേഴ്സും ഉണ്ട് ഫ്രണ്ടിലൊക്കെ. എത്ര ഇപ്പോൾ ഇനി ചോദിക്കുന്നത്? ഇത് 4,15,000 രൂപ കൊടുക്കാം. 4,15,000 2020 ഫുൾ ലോണിൽ. 2020 ഡ്രൈവർ ഫുൾ ഓപ്ഷൻ കൊണ്ടുപോകാം 4,15,000. ഓക്കെ, വേറെ ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല, നല്ല വണ്ടിയാണ്. ഓക്കെ, ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് ആൾട്ടോ 800 ആണ്. മാരുതി സുസുക്കി. KL 56 കൊയിലാണ്ടി രജിസ്ട്രേഷൻ ആണ്. എങ്ങനെ ഷായത് ഇതിന്റെ കാര്യങ്ങൾ? 2018 മോഡൽ LXI. 2018 LXI അല്ലേ? ഓക്കെ, സെക്കൻഡ് ഓണർ ആണ്. 54,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 54,000 അല്ലേ സെക്കൻഡ് ഓണർ. ഓക്കെ, ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? നിലവിലില്ല, ചെറിയ ബാക്കിൽ ഒരു സ്ക്രാച്ച് പെയിന്റിങ് ചെയ്യാനേ ഉള്ളൂ. വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. ഇത് എത്ര കൊടുക്കാം നമുക്ക്? ഇത് നമുക്ക് 2,45,000 രൂപ കൊടുക്കാം. 2,45,000 ഫൈനൽ റേറ്റ് ആണോ അതോ അഡ്ജസ്റ്റ് ചെയ്യാം? ചെറിയ മാറ്റം നമുക്ക് വരുത്തി കൊടുക്കാം. പിന്നെ ഇനി ഓൾട്ടോ തന്നെ നമുക്ക് 1,55,000 1.5 ഉണ്ട്. ഓൾട്ടോക്ക് 2-3 കേട്ടോ. 2019 വരുന്നത്, ഗ്രേ കളർ വരുന്നുണ്ട്. അത് ശരി, കുറെ വണ്ടികളുണ്ട്. ഇപ്പൊ നമുക്ക് എല്ലാം കൂടി വീഡിയോയിൽ കാണിക്കാൻ പറ്റായിട്ട്. ഇത് 2018 വണ്ടിയാണ്. 2,45,000. ഇനി കസ്റ്റമർ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു എൻക്വയറി ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് അതിലേക്ക് കാറ്റലോഗ് ഇട്ട് കൊടുക്കാം. ഒരു വണ്ടിയാണ് വേണ്ടത് എന്നുള്ള. കാരണം നമ്മളടുത്ത് അത്രയും വെഹിക്കിൾ സ്റ്റോക്ക് ഉണ്ട്. ഒരു 10-60 വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം. നമ്മൾ കോൺടാക്ട് ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഷാഹിദിന്റെ നമ്പർ തന്നെയാണ്. എന്താ ആവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോളൂ. ഓക്കെ, അപ്പോൾ കാറ്റലോഗ് നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ വണ്ടീൻ്റെ ഡീറ്റെയിൽ കാറ്റലോഗ് ഒക്കെ തന്നെ അയച്ചു തരും. നല്ല പൊട്ടിച്ച വിലക്ക് വണ്ടികളുണ്ട്. പറയും ഡീലർ റേറ്റിന് കസ്റ്റമറിലേക്ക് എത്തിക്കുക. കാരണം കസ്റ്റമറിന് കൊണ്ടുപോട്ടെ അവർ ഉപയോഗിക്കട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമൻസിൽ രേഖപ്പെടുത്താനും വിട്ടുപോകരുത്. അപ്പോൾ ഷാഹിദേ, താങ്ക് യു. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.